ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? റമളാൻ മാസമൊക്കെ റാഹത്തിൽ പോകുന്നുണ്ടാവില്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു റമളാൻ മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധവും ബറക്കത്തും റഹ്മത്തും നമുക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ. ഞാൻ വന്ന വീഡിയോ എന്താ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു പ്രാർത്ഥന ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു 3 തവണയെങ്കിലും ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും, അതുപോലെ എന്തോ അസൂയ, കുശുമ്പ്, പോര്, വെറുപ്പ്, പക ഒന്നും നമ്മുടെ ഹൃദയത്തിൽ പെടില്ല. പിന്നെ കഴിഞ്ഞ തവണ പതിവാക്കുക കേട്ടോ. അധികമൊന്നുമില്ല, ചെറിയ ദുആയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഈ ഒരു ദിക്റില്ലേ, ചെറിയ രീതിയിൽ കഴിഞ്ഞത് 3 തവണയെങ്കിലും എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ പതിവാക്കുക. പിന്നെ അല്ലെങ്കിൽ അതിന് കഴിയാത്തവർ സുബഹിക്ക് ശേഷം, മഗ്‌രിബിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഓർമ്മ ഉണ്ടാകുന്നത് വെച്ചാൽ ആ ഓർമ്മയുള്ള സമയത്തൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. നമ്മളെ ഇടത് കൈയിന് നെഞ്ചിൽ വെച്ചിട്ട്, പിന്നെ വലത് കൈ കൊണ്ട് ഇടത്തെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മളെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് പലതും നമ്മൾ കടന്നു വരില്ലേ, അതെല്ലാം നമ്മളെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ശുദ്ധിയാക്കി തരും. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കട്ടോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ റമളാൻ മാസമൊക്കെയാണ്, പിന്നെ എല്ലാവരും ഉൾപ്പെടുത്തണം. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനയും വേദനയൊക്കെ മാറ്റിത്തരട്ടെ. ശാരീരികമായി മാനസികമായുള്ള എല്ലാ വിഷമവും തീർത്തരട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കണം. അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടട്ടെ. അൽഹംദുലില്ലാഹ് മാഷാഅല്ലാഹ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ ലൈക്ക് മറന്നു പോയത്തേക്ക് പ്രത്യേകം ലൈക്ക് കൂടുതൽ വരുന്ന വീഡിയോസാണ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഷെയറായി പോകും. അപ്പം എല്ലാവരും ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഹൃദയത്തിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത പല ചിന്തകളും പല തോന്നലുകളും വരില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു പ്രാർത്ഥന പതിവാക്കുകയാണെങ്കിൽ. അതേപോലെ പിന്നെ മനുഷ്യനാണല്ലേ, എന്തൊക്കെ രീതിയിലൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പലതും വരാം. അസൂയ ഉണ്ടാകും, വെറുപ്പുണ്ടാകും, ദേഷ്യം ഉണ്ടാകും, പക ഉണ്ടാകും. ദേഷ്യമൊക്കെ മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരമാണ്. അത് ആയുസ് ഉണ്ടാകാൻ പാടില്ല. ആരുടെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞ് തീർക്കുക, അത് ക്ലിയർ ചെയ്യുക. പ്രത്യേകിച്ച് റമളാൻ മാസമാണ്. അതേപോലെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുക, മറ്റുള്ളവരുടെ തകർച്ചയിൽ നമ്മൾ സങ്കടപ്പെടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അതേപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ട് പോലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകരുത്. പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇവിടെ നല്ല മഴയാട്ടോ, പുറത്ത് നല്ല മഴയാണ്. അൽഹംദുലില്ലാഹ് റമളാൻ മാസമൊക്കെ ആയിട്ട് രണ്ട് മഴ കിട്ടി ഞങ്ങൾക്ക്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.